ആ മൃതദേഹം പുറത്തെടുത്തു എന്നുള്ളതാണ്. രഘുനാഥ് നാരായണൻ തുടരുന്നുണ്ട്. രഘു, മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. എത്രത്തോളം ശ്രമകരമായിരുന്നു ഈ മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ളത്? കാരണം ആ പിക്കപ്പ് വാൻ അത് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ ഗർഡർ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് അവിടെ ഗതാഗത നിയന്ത്രണവും മുൻകരുതലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റിയിലെ അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ ഗർഡർ മുകളിലേക്ക് വെച്ചതിന് ശേഷം വാഹനങ്ങൾ കടത്തിവിട്ടു. ആ സമയത്ത് ഗർഡർ അവിടെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ജാക്കിക്ക് തകരാർ സംഭവിച്ച് ജാക്കി തെന്നി മാറിയതിനെ തുടർന്നാണ് ഈ ഗർഡർ താഴേക്ക് പതിച്ചത് എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. അതായത് ഈ മുകളിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ഭീമാകാരനായ ഗർഡർ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ അവിടെ ഗതാഗതം നിയന്ത്രണം ഉണ്ടായിരുന്നു. ഈ ഗർഡർ അവിടെ ഏകദേശം ഉറപ്പിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. പക്ഷേ ഈ ജാക്കി ലിവർ വെച്ചാണ് അതവിടെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ആ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു ജാക്കിക്ക് തകരാർ സംഭവിക്കുകയും ഗർഡർ മറിഞ്ഞ് താഴേക്ക് പതിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം. പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ അപകടമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ ഗർഡർ കറക്റ്റ് ആ ഡ്രൈവർ ഇരുന്ന ക്യാബിന്റെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. നമ്മളുടെ അനുമാനം വെച്ച് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഡ്രൈവർ മരിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം അത്ര വലിയൊരു ഗർഡറാണ്. സ്വാഭാവികമായി തന്നെ ഒരു വാഹനത്തിന് മുകളിലേക്ക്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകൾ ഭാഗത്തേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായി മരണം സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. ഈ ഗർഡർ വീണതുകൊണ്ട് തന്നെ അവിടെ നിന്നത് വേഗത്തിൽ മാറ്റുക എന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്ന് മാത്രമല്ല ക്യാബിനകത്ത് ഒന്ന് ഇടപെടുകയാണ്. കാരണം ആ തത്സമയ ദൃശ്യങ്ങൾ അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആ പിക്കപ്പ് വാൻ ആ ഗർഡറിനടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം ഉൾപ്പെടെ ഒരു ഭാഗം അതിന് മുകളിലേക്കാണ് വീണത്. അത് പൂർണ്ണമായും അത്രയും ഭാഗം അത് തകർന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു അപകടം അത് പിക്കപ്പ് വാനിലേക്ക് മുകളിലേക്ക് വീഴുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ദൃശ്യത്തിൽ നിന്ന് പോലും നമുക്കത് ആ ഒരു അപകടം അത് എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ ആ ദൃശ്യത്തിൽ നിന്നും ഒന്നുകൂടി കൃത്യമായിട്ട് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. ആ വാഹനം അവിടെ നിന്നും മാറ്റുകയും മറ്റ് നടപടികളിലേക്കും ഒക്കെ കടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതൊന്നും ഇടപെട്ട് സംസാരിച്ചതാണ്. രഘു, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും പല വിശദീകരണവും അവിടെ നിന്ന് നടക്കുന്നുണ്ട്. ആ സമയത്ത് നിയന്ത്രണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഈ ജാക്കി തെന്നി മാറിയാണ് അപകടം സംഭവിച്ചത് എന്നൊക്കെ പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണമായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടതായിട്ടുണ്ടോ? എന്നിട്ടും അപകടം സംഭവിച്ചു, അതാണ് പ്രധാനം. അതെ, എന്ന് മാത്രമല്ല ഇതിന് തൊട്ടടുത്ത് ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഗർഡർ ഉറപ്പിക്കുന്ന സമയത്ത് താഴേക്ക് പതിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴ ബൈപ്പാസിന്റെ നിർമ്മാണം നടക്കുന്നത്. അവിടെയും ഉയരപ്പാതയാണ്. അവിടെയും ഇത്തരത്തിൽ ഗർഡർ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചിരുന്നു. അപ്പോൾ ഈ ഗർഡർ താഴേക്ക് വീഴാനുള്ളൊരു സാധ്യത മുന്നിൽ കാണേണ്ടതായിരുന്നു. ദേശീയപാതയിലാണ് നിർമ്മാണം നടക്കുന്നത്. വാഹനങ്ങൾ ഇടതടവില്ലാതെ പോകുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് വെളുപ്പിനെ ആണെങ്കിൽ പോലും വാഹനങ്ങൾ രാവിലത്തെ എത്ര തിരക്കില്ലെങ്കിൽ തന്നെ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടി. രാത്രിയാണ് 2 മണി 3 മണി പറയുന്ന അത്യാവശ്യം ആളുകൾക്ക് ഉറക്കമൊക്കെ വരുന്ന സമയം കൂടിയാണ്. എത്ര വാഹനം ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉറക്കത്തിന്റെ ഒരു ചടം നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ടാണ് ആ സമയങ്ങളിലൊക്കെ സാധാരണ നിലയിൽ പതിവായി അപകടങ്ങൾ ഉണ്ടാകുന്നതും. അതുകൊണ്ട് ഒരു മുൻകരുതൽ, ഒരു ജാഗ്രതാ നിർദ്ദേശം ഇവിടെ നൽകേണ്ടതായിരുന്നു. അതിന് ദേശീയപാത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ദേശീയപാത കരാർ നടത്തുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നോ ഗുരുതരമായൊരു വീഴ്ച അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറയുന്നത് പോലെ തന്നെ ഈ ദേശീയപാതയുടെ പ്രധാനമായി നടത്തുന്നത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളാണ്, ഉത്തരേന്ത്യയിൽ നിന്നുള്ള കമ്പനികളാണ്. ഇതിലേക്ക് ഒരു നിർമ്മാണവും അതിന്റെ രീതിയും ഒക്കെ നമുക്ക് കാണുന്നതേ ഉള്ളൂ. നമുക്ക് കേരളം പോലെ അത്തരത്തിൽ സാന്ദ്രത കൂടിയ ഇപ്പം ഏറെ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുമ്പോൾ എല്ലാം ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു എന്ന് പലതവണ എംപിയുടെ അടക്കം സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് വിലയിരുത്തിയതാണ്, നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഈ ഉത്തരേന്ത്യയിൽ നിന്നുള്ള കമ്പനി ആയതുകൊണ്ടൊക്കെ തന്നെ അവർ ഇക്കാര്യത്തിലൊന്നും കാര്യമായ രീതിയിൽ എംപിയുടെയോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ വാക്കിന് വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത.